അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീക്കെൻഡ് ഒരു യാത്രയാക്കിയാലോ? നമ്മളുടെ ഈ വീക്കെൻഡ് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ ഞാനും ചേട്ടനും മീനും കൂടെയാണ് പോകുന്നത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് 2-3 പേരെ കൂടെ നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അതിൽ മെയിൻ ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് അല്ല, ഞങ്ങളുടെ മെയിൻ ജീവനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ താരം, ഞങ്ങളുടെ താരം ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ എല്ലാവരുടെയും ഹാപ്പിനെസ്. അതാണ് കൂടുതൽ അവരുടെ കൂടെ ഞങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അപ്പോൾ പോയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ മുടക്കാതെ കാണണം കേട്ടോ. അപ്പോൾ മീനു ഒരു ഹായ് പറയുമ്പോളെ ചേട്ടാ. ഹലോ, ഹായ്. അപ്പൊ ശരി കേട്ടോ, നമുക്ക് പോവാം, യാത്ര തുടരാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മൾ നോക്കിയിരുന്ന നമ്മുടെ താരം എത്തിയിട്ടുണ്ട്. വാ ഹായ്. टोपी दे चियो. ओके बोलो. ओके टोपी दे चिंजू. ओके बोलना. देना. तुम लोग खाना क्या है? खाना खा के हाँ नहीं, हम लोग ब्रेकफास्ट करके क्या नहीं, मेरे को नहीं लग रहा. चिंजू नहीं खाया. तुम लोग का है. चिंजू क्या एटीट्यूड है? देख ചിഞ്ചു. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ നമ്മുടെ വീക്കെൻഡ് അടിച്ചു പൊളിക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ചിഞ്ചു ഉറങ്ങി. ചിഞ്ചു चिंचू चिंचू इधर देख. चिंचू इधर देखो ना. चिंचू देखो ना, बहुत स्टाइल मार रही है. देख देख उसका होठ देख कैसा कैसा कर रही है. ഇവിടെ വന്നപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്ക് തന്നു. അത് റുവാബ്സ് നല്ലതാണ്, അടിപൊളിയാണ്. കുറച്ച് അരമണിക്കൂർ കുഞ്ഞ് ഐസിന് വേണ്ടിട്ട് അവള് ചിഞ്ചു വെള്ളത്തിന് വേണ്ടിട്ട്. ഓ മൈ ഗോഡ്. उसको लेफ्ट में भी राइट में बैठी इधर पानी का भी थोड़ा. इधर ये चलो. ये देखो. ചിഞ്ചു വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്. ഇനി ഞങ്ങളിവിടെ അടുത്തൊരു നദിയുണ്ടെന്ന് പറഞ്ഞാൽ അരമണിക്കൂറുണ്ടല്ലോ. അപ്പം ആ നദിയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. പിന്നെ ചിഞ്ചു വെള്ളത്തിൽ നിന്ന് കയറി. ഓ, അടുത്ത് ഊഞ്ഞാലാടാൻ വന്നിരിക്കുകയാണോ ചിഞ്ച? അമ്മൂമ്മയെ കൂടെ ഇരുത്തടാ. അടേ പോപ്പടെ. വൈട്ടു ചിഞ്ചുനെ ഖുഷി സന്തോഷം നോക്കിയാണ്. ചിഞ്ചു चिंचू हेलो बोल. चिंचू हाँ पापा. वो पापा है क्या डैडी है? कभी पापा बोलते कभी हाँ, दोनों है. मम्मी भी है. हाँ ना, मामी. मामी डैडी. चिंचू डैडी बोलो. डैडी. हाँ आजा बैठ. हे अरे बाप रे. हेलो बोल. हेलो.
इधर इधर वीडियो में हेलो 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 मीनू को बोला मीनू आजो 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 चलो 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 शूज पे ഇവിടെ നദി ഉണ്ടെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ നദി കാണാൻ പോവാണ്. കണ്ടോ, നമ്മുടെ നാട്ടിലേക്കായാലും എന്താ പറയുന്നത്, ഒരു പകുതി ജംഗൽ പോലെ എന്നൊക്കെ, ഇതൊക്കെ കാട് പോലെ എന്നൊക്കെ പറയാം. ഞങ്ങളുടെ റിസോർട്ടാണിത്. പക്ഷേ ഞങ്ങൾ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരികയാണ്. എന്തിനാണെന്നറിയാം, നദി കാണാൻ. നദി കാണാനുള്ള ആക്രാന്തത്തിനാണ് എല്ലാം കൂടെ പോകുന്നത്. കണ്ടോ, ഭയങ്കര വെയിലാണ്, പൊട്ട വെയിൽ. ഇവിടെ 46 ഡിഗ്രി ചൂടുണ്ട്. എന്നിട്ടും എല്ലാം കൂടെ നടന്നു പോകും. പക്ഷെ എന്തായാലും ഈ സിറ്റി ലൈഫിൽ നിന്ന് ഒരല്പം നമ്മൾ മാറി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. എനിക്കാണെങ്കിൽ അണച്ചു കേട്ടോ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇവരുടെ പുറകെ ഇങ്ങനെ നടന്നു പോവുക. അവരൊക്കെ കണ്ട എത്ര ദൂരം അങ്ങ് എത്തിയെന്ന്. എന്തായാലും പോകാം. ഇതിപ്പം ശരിക്കും മുംബൈയിൽ നിന്നൊരു 4 മണിക്കൂർ ബൈ റോഡ് കേട്ടോ ഇവിടെ എത്താനായിട്ടൊരു 4 മണിക്കൂർ എടുക്കും. ഷേലു എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മൾ ട്രെയിനിൽ വരുവാണെങ്കിൽ ഇത്ര സമയം എടുക്കുള്ളൂ, ഒരു 2-2.25 മണിക്കൂറൊക്കെ. പക്ഷെ നമ്മൾ ബൈ റോഡ് വരുമ്പോൾ 4 മണിക്കൂറോളം എടുക്കും. പിന്നെ ട്രാഫിക്കൊക്കെ കിട്ടിയാൽ അതും ഒരു പ്രശ്നമാണ്. എന്തായാലും നോക്കാം. പക്ഷേ ഇവിടെയൊക്കെയും വീടുകളുണ്ട് കേട്ടോ, ദൂരെയൊക്കെയാണ്. ഇവിടെ പറയുന്നത് ഇതൊക്കെ ഗാവുകാരെന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും ഒരു ഗാവ് എന്ന് പറഞ്ഞാൽ ഒരു ഉൾപ്രദേശം. അങ്ങനെ നമ്മൾ നടന്ന് നദി കണ്ടുപിടിച്ചു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഈശ്വരാ, വെള്ളവും ഇല്ല, ഒന്നുമില്ല, പൊട്ട വെയിലും. ചേച്ചിൻ്റെ കാലിൽ മണ്ണ് പറ്റി, ചെപ്പലി മണ്ണ് പറ്റിയതും വന്ന് നിൽക്കുന്നതാണ്. ഇതാണ് നദി. ഒട്ടും വെള്ളമില്ല. ഇവിടുത്തെ അവസ്ഥ ഇതാണ് കണ്ടോ. നദി കാണാൻ ഒത്തിരി ദൂരം ഞങ്ങൾ നടന്നു വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പം 48-50 ഡിഗ്രിക്ക് അടുപ്പിച്ച് ചൂടുള്ളപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ കണ്ടത് വലിയ കാര്യം അല്ലേ. എന്നാൽ ഇത്രയും ദൂരം നടന്നു വന്നിട്ട് ഇത്തിരി പോലും വെള്ളമില്ലാത്തൊരവസ്ഥ, ഒരു സങ്കടം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചമ്മിപ്പോയി. ഉത്തരത്തേക്കാ. പക്ഷെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ നദിയിലൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഒട്ടും വെള്ളമില്ല. ഇതാ കണ്ടോ. പിന്നെ എന്താ ഈ പായൽ കണ്ടോ. ഇതാണ് ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കണ്ടോ. ഞാൻ ചെറുതായിരുന്ന സമയത്തില്ലേ ഈ പായലിങ്ങനെ, എൻ്റെ അമ്മായിയുടെ വീട് ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ പായൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് വലിയ ബക്കറ്റല്ല ബേസിനകത്ത് ഇത് ഇങ്ങനെ ഇട്ട് വളർത്തുമായിരുന്നു ചെറുതിൽ കേട്ടോ. പക്ഷെ ആ ഒരു ഓർമ്മ വരികയാണ് എനിക്കിപ്പോഴും. ഇതെനിക്ക് കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാൻ പണ്ട് ഗോവയിൽ പോയപ്പോൾ ഒരു 3 വർഷം മുമ്പ് അവിടെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ബോംബെയിൽ ഇങ്ങനെ ഫ്ലാറ്റിൽ ഇങ്ങനെ വളർത്തിയായിരുന്നു കുറച്ച്. പിന്നെ ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് പിന്നെ അതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയി, മോശമായിപ്പോയി. ഇതാണ് ഇവിടുത്തെ നദിയുടെ അവസ്ഥ. കുഞ്ഞ് കണ്ട, കുഞ്ഞിക്ക് വെള്ളത്തിലിറങ്ങാഞ്ഞിട്ട് വയ്യ. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാം. ഭയങ്കര ചൂട് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോകണം, നിൽക്കാൻ ഒരു നിവൃത്തിയില്ല. നോക്കിയത് കണ്ടോ, ഇവിടെ നിറച്ച് പായലാണ്. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഇവിടുത്തെ നദിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. കണ്ടല്ലോ. അപ്പം ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവിടെ വരെ നടന്നു പോകണം, ഭയങ്കര വെയിലും. അവരൊക്കെ അങ്ങ് പോയി എന്നെ ഇട്ടിട്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. ചിഞ്ചു ആദ്യം പോയിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യും. ചിയു അവൾക്ക് അപ്പു മാത്രം മതിയായിരുന്നോ? നമ്മളൊന്നും വേണ്ടേ?
ഇതും അത് 2 ക്വാർട്ടേഴ്സാണ് കേട്ടോ നമുക്കുള്ളത്. ഇതിനകത്തുള്ള സൗകര്യം കൂടെ നോക്കാം. ചിഞ്ചു ഞങ്ങളെ വിളിക്കാനും വരുന്നുണ്ട് കേട്ടോ. അവളെന്തായാലും നല്ല ഹാപ്പിയാണ്. ആഹാ, അകത്ത് കയറിയത് ഇവർ കിടന്നോ രണ്ടാളും? കുഴപ്പമില്ല, വലിയ ബെറ്റർ ഒന്നൊന്നും പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല. റൂം അത്രേ ഉള്ളൂ. ഇതാണ് ബാത്റൂം. പിന്നെ കുറച്ച് ബെഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചിഞ്ചു ആണ് ഫസ്റ്റിൽ. ചിഞ്ചു നല്ല ഹാപ്പിയിലാണ്. അവള് നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഇപ്പൊ ഞങ്ങളെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. അവക്ക് അപ്പുനോടാണ് കൂടുതൽ. അപ്പു മതി. ഓ, വണ്ടിയുടെ ഗിയറൊക്കെ ഇടുന്നുണ്ടോ? ഇത് കണ്ടോ, ഇത് പനീർ സ്റ്റാർട്ടർ. 6:30 തൊട്ട് 7:30 വരെ കിട്ടുന്ന സാധനമാണ്. ഇത്രയും നേരം വെള്ളത്തിൽ ചാടിയിട്ട് വന്നിരുന്ന് വിശന്ന് കഴിക്കാം. ചേട്ടൻ എന്താ കഴിക്കണം? ചിക്കൻ 65. ചിക്കൻ 65. चिंजू इधर देख. चिंजू स्टार्टर खा रही है. चिंजू स्टार्टर കഴിക്കുക. ചിക്ക കഴിക്കുക. ചിക്ക 65. ചിഞ്ചു ചിക്ക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെള്ളത്തിലെ ചാട്ടവും കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റാർട്ടർ ഉണ്ട് ഇവിടെ കഴിക്കാനായിട്ട്. നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കൻ 65ഉം വെജ് കഴിക്കുന്നവർക്ക് പനീർ ചില്ലിയുമാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കുന്നവർ ഡാൻസ് കളിക്കുന്നു. പിന്നെ വെള്ളത്തിൽ 10 മണി വരെ വെള്ളത്തിൽ കളിക്കാം. അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും വീഡിയോ എടുത്താലും ഒന്നും കേൾക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ശരി, ഞാൻ ഈ വ്യൂസൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. Me and Maggie, so good together. Seamlessly.
അപ്പോൾ ഇനി ഡിന്നർ കഴിക്കണം. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡിന്നർ വെജും നോൺ വെജും ഉണ്ട് കേട്ടോ. ഒരു വെജ് കറിയാണ്, പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ചിക്കനും. അപ്പോൾ ഗുഡ് നൈറ്റ്. ഹായ്. രാവിലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. फ्रैंकीस जूस ऑफ फ्रैंकीस। अयो आपको टाटा जा रहा है। कम ऑन बोल, कम ऑन। आपको अकेला अकेला चाय पिया, हम लोग को नहीं दिया. ഞങ്ങളും വെള്ളത്തിൽ ചാടാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഞങ്ങൾ പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചത്ര ഗുഡൊന്നുമല്ല കേട്ടോ. ഇവിടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ലേറ്റ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഔട്ടിങ് ഒത്തിരി നല്ലതായിരുന്നു, ഒരുപാട് നല്ലതായിരുന്നു. ഹിഡൻ വില്ല, അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. മുംബൈയിലൊക്കെ താമസിക്കുന്നവരാണ് തീർച്ചയായിട്ടും അവിടെ പോകണം. അവിടെ പോയാൽ നല്ലൊരു എന്താ അമ്മ പറയാൻ, അതെ നല്ലൊരു ആംബിയൻസ് ആണ്. കളിക്കാൻ എല്ലാ ഗെയിംസും ഉണ്ട് അവിടെ. നല്ലൊരു വെള്ളച്ചാട്ടം, നമുക്ക് എന്തോ ഒരു പ്രൈവസി ഉണ്ട്, ഉന്മേഷം കിട്ടിയ പോലെയാണ് അവിടെ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഒട്ടും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഒരു ചെറിയൊരു ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും നടത്താൻ പറ്റുന്ന ആ ഒരു ഇതേ ഉള്ളൂ. ഫോട്ടോഷൂട്ട് ഓക്കെയാണ്, അതിന് കൊള്ളാം. അല്ലാതെ വേറൊന്നിനും അത്രയ്ക്ക് അങ്ങോട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ആരും ഇവിടെ വന്ന് മെനക്കെടണ്ട. അതുപോലെ ഇവിടുത്തെ റേറ്റ് ഒട്ടും കുറവല്ല. ഇതിലും നല്ലത് അത് തന്നെയാണ് നല്ലത്. അത് ഓക്കെയാണ്. അപ്പം ശരി, ഇനി ഇന്ന് രാവിലെ എന്തൊക്കെയാണെന്നുള്ളത് കാട്ടിത്തരാവേ. രാവിലത്തെ അവൾക്ക് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനായിട്ട് കണ്ടോ. അവൾക്ക് ഇപ്പം തന്നെ ഇറങ്ങണം സ്വിമ്മിങ് പൂളിൽ. ഇങ്ങോട്ട് വാ. കപ്പ അരെ കപ്പ അവളെ എടുത്തോ ഇങ്ങോട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല അവർ രാത്രിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലിയർ ആക്കി ഇട്ടിരിക്കും. പക്ഷെ അവിടെ സ്ഥലമില്ല ഇരിക്കാൻ. അതിനുള്ള ഇതിലാണ്. അവൾക്കൊന്നും കഴിക്കുകയും വേണ്ട കുടിക്കുകയും വേണ്ട, വെള്ളത്തിൽ ചാടിയാൽ മതി. ചിഞ്ച ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ട, എങ്ങനെയാണോ വെള്ളത്തിൽ ചാടുന്നത്? ഇറക്കൂല. ബാ അതെ അവിടെ क्या है देखो. क्या है? डायनासोर. ഡൈനോസോർ. അമ്മൂമ്മ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഒരു ബർത്ത്ഡേ ഒക്കെ നടത്താനോ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അവരല്ലാതെ വേറൊന്നും എനിക്ക് വലിയ ഇതായിട്ട് കാണുന്നില്ല. ദൂരെ ഒരു മല കാണാം, അതിനകത്ത് ചാടണമെന്നാണ് പറയുന്നത്. നോ ബേബി നോ, കം ഓൺ, കം ഹിയർ. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പാവും മിസൽ പാവ്. ഈ കറിക്ക് ഇവിടെ മിസൽ എന്നാണ് പറയുന്നത്. പിന്നെ പാവ്, പിന്നെ നോൺ വെജ് വേണ്ടവർക്ക് ബുർജി ഉണ്ട്. ഇതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇനി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പും. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മതിയായി. വെയിൽ ഭയങ്കര ചൂട്. അങ്ങനെ ചിഞ്ചു ഇതാ പോകാനൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. ऐसा हंसती है क्या? चुप रहे. अरे नैना. അങ്ങനെ ഇന്നത്തെ വെള്ളത്തിച്ചാട്ടം എല്ലാം കഴിഞ്ഞ് കുളിച്ചു ഫ്രഷായി. ഇനി ലഞ്ച് കഴിയും 3 മണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകും.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലഞ്ച് ഇന്ന്. ഒരു ജിലേബി ഉണ്ട്, പിന്നെ പനീറിൻ്റെ കറിയാണ് കേട്ടോ, ദാൽ ഫ്രൈയും ഉണ്ട്, പിന്നെ നോൺ വെജുകാർക്ക് ചിക്കൻ ബട്ടർ ചിക്കനാണ്, ചപ്പാത്തി ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ലഞ്ച്. ഇത് പിന്നെ എത്ര വേണമെങ്കിലും കഴിക്കാം, ഒരു ലിമിറ്റൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ പ്രാവശ്യത്തെ വീക്കെൻഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.